പെണ്ണപ്പൻ. പെണ്ണപ്പ പെണ്ണപ്പ എന്ന് നാടാകെ വിളിക്കുന്ന അപ്പനുണ്ട്. ബാക്കി എല്ലാവരപ്പന്മാരും ആണപ്പന്മാർ. എൻ്റെ അപ്പൻ പെണ്ണപ്പനും. പെണ്ണപ്പൻ അമ്മ മരിക്കും മുന്നേ മീൻ നുള്ളുമായിരുന്നു, അടുപ്പ് ഊതുമായിരുന്നു, അടിച്ചു വാരുമായിരുന്നു, തോട്ടിലിറങ്ങി അലക്കുമായിരുന്നു. അടിപ്പാവാട കൂടി കഴുകിക്കട ആണുങ്ങളെ പറയിപ്പിക്കാനെന്ന് കരക്കാർ മുഴുവനും വാകിയേറും. നീയൊക്കെ എന്തിനാണ് പഠിക്കാൻ വരുന്നതെന്ന് ചോദിച്ച ബി.എഡ് കാലത്തെ അധ്യാപകനോട് ഞാൻ ഇതിനും കൂടിയാണ് പഠിക്കാൻ വരുന്നതെന്ന ആദിയുടെ മറുപടിയാണിത്. പെണ്ണപ്പൻ എന്ന കവിത MG സർവകലാശാലയുടെയും കാലിക്കറ്റ് സർവകലാശാലയുടെയും സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുവെന്ന മധുര പ്രതികാരം. 2022 ഡിസംബർ മാസമാണ് പെണ്ണപ്പൻ എന്ന കവിത പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്. അതിന് മുന്നേ ഒരു വർഷം മുന്നേ ഞാൻ സോഷ്യൽ മീഡിയയിൽ എഴുതുകയും വളരെയധികം ചർച്ച ചെയ്യുകയും ചെയ്യപ്പെട്ട ഒരു കവിതയാണ് പെണ്ണപ്പൻ. അപ്പം ആ കവിതയുടെ സ്വീകാര്യത മൂലമാണ് കവിതകളെല്ലാം ഒരുമിച്ച് വെച്ചൊരു പുസ്തകമാക്കുമ്പം ആ പുസ്തകത്തിൻ്റെ പേര് പെണ്ണപ്പൻ എന്ന് കൊടുക്കാൻ തീരുമാനിക്കുന്നത്. അതിനുശേഷം സച്ചിദാനന്ദൻ മാഷ് അതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. മാഷ് തന്നെ ആ കവിത ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച് വരികയും ചെയ്തു. പക്ഷേ സിലബസിൽ ഉൾപ്പെടുത്തും എന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. പെട്ടെന്നൊരു ദിവസമാണ് MG യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നറിയുന്നത്. പിന്നെ അടുത്ത ദിവസങ്ങളിലായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മെയിൻ പേപ്പറിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ മലയാള കവിതാ പരിചയം എന്ന് പറയുന്ന പേപ്പറിൽ ഒരു ഭാഗത്തിലാണ് പുതിയ ആധുനികാനന്തര കവിത എന്ന് പറയുന്ന ഭാഗത്താണ് പെണ്ണപ്പൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒരു MA മലയാളം കഴിഞ്ഞ് വന്ന് ഇപ്പം മലയാളത്തിൽ ഗവേഷണം ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അപ്പം ഇതുവരെ നമ്മൾ സാഹിത്യത്തിൽ കണ്ട് പരിചയിച്ച വലിയ വലിയ ആളുകളുടെ കൂടെ ഒരു ഇടം കിട്ടുക എന്ന് പറയുന്നത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. കുമാരനാശാനും വൈലോപ്പിള്ളിയും ചങ്ങമ്പുഴയും ഒക്കെയുള്ളൊരു പേപ്പറിനകത്താണ് അതിൽ തൊട്ടു താഴെയായിട്ട് എൻ്റെ പേരും എൻ്റെ കവിതയും ഇടം നേടുന്നത്. അപ്പോൾ അത് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇതിനു മുന്നേ ഞാൻ B.Ed എന്ന് പറയുന്ന ഒരു കോഴ്സായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് അത്. അതിനകത്തുള്ള അധ്യാപകരാണെങ്കിലും അങ്ങനെ ഒരു സ്വഭാവമുള്ള ആളുകളാണ്. അപ്പം ഉന്നത വിദ്യാഭ്യാസത്തിനകത്താണെങ്കിൽ പോലും ഒരുപാട് മാറ്റങ്ങൾ നടക്കുന്ന, ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിനെ കുറിച്ചൊക്കെയുള്ള വലിയ ചർച്ചകൾ നടക്കുന്ന അതേ സമയത്താണ് ഒരു B.Ed കോളേജിനകത്ത് ഞാൻ വലിയ തോതിലുള്ള അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള വലിയ തോതിലുള്ള ചൂഷണങ്ങൾക്കും അതേപോലെ തന്നെ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ വിധേയമാകുന്നു. അപ്പം അതും വളരെ വലിയ ചർച്ചയായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയൊക്കെ ഇടപെടുകയും ആ രീതിയിൽ വലിയ ചർച്ചയാവുകയും ചെയ്തൊരു വിഷയമായിരുന്നു. എനിക്കെപ്പോഴും തോന്നാറുണ്ട് വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള മനുഷ്യരൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സ്ഥലമാണെന്ന്. അപ്പം സിലബസിനകത്തേക്ക് വരുന്ന സമയത്ത് അധ്യാപകർ ഇത് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് അതൊരു വലിയ മാറ്റമായിട്ടൊരു മറുപടിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം B.Ed പഠിക്കുന്ന സമയത്ത് ഒരു അധ്യാപകൻ എന്നെ ചൂണ്ടി ഇവനൊക്കെ എന്തിനാണ് പഠിക്കാൻ വരുന്നതെന്ന് ചോദിക്കുകയുണ്ടായി. അപ്പം ഞാൻ ഇതിനും കൂടിയാണ് പഠിക്കാൻ വന്നിരുന്നത് എന്നുള്ളൊരു എൻ്റെ മറുപടി ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ട്രാൻസ്മെൻ എന്ന് പറയുന്ന ബൈനറിയുടെ പുറത്തുള്ള കുറേ അധികം ജെൻഡർ ഐഡൻറ്റിറ്റികളുണ്ട്. നോൺ ബൈനറി പോലെയുള്ള, അതേപോലെ ഗേ ആയിട്ടുള്ള സെക്ഷ്വൽ ഐഡൻറ്റിറ്റികളുണ്ട്. ഉള്ള കുറേ കൂടി ഡൈവേഴ്സ് ആയിട്ടുള്ള സെക്ഷ്വാലിറ്റിയുടെയും ജെൻഡറിൻ്റെ അനുഭവങ്ങൾ മലയാള സാഹിത്യത്തിൽ പരിചിതമായിട്ട് തുടങ്ങിയിട്ട് ചുരുങ്ങിയതൊരു 10 വർഷമായിട്ടെങ്കിലേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഒരു തുടർച്ചയിലാണ് ഞാനും എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ അനുഭവങ്ങൾ വിശദീകരിക്കാൻ പോകുന്ന ഒരു ഭാഷയോ എൻ്റെ അനുഭവങ്ങൾ വിശദീകരിക്കാൻ പോകുന്ന ഒരു കവിതയോ എനിക്ക് താതാത്മ്യം പ്രാപിക്കാൻ പറ്റുന്ന മറ്റുള്ള ഒരു എഴുത്തോ ഒന്നും കണ്ടു കിട്ടുക വളരെ പ്രയാസമായിരുന്നു. അപ്പം പെണ്ണപ്പൻ സിലബസിൽ ഉൾപ്പെടുന്നതോട് കൂടിയിട്ട് ഈ ഒരു അനുഭവമുള്ള നിലനിൽക്കുന്ന ജെൻഡർ റോളിന് പുറത്തുള്ള ശരീരങ്ങൾക്ക് സ്വയം കാണാനുള്ള ഒരു കണ്ണാടി കൂടിയാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. കുഴിയാനയെ പിടിച്ചുവിട്ട് മണ്ണപ്പം ചുടാൻ കണ്ണൻ ചിരട്ട നോക്കി കണ്ടത്തേക്ക് മണ്ടിയതായിരുന്നു. പിന്നെ അമ്മയെ കണ്ടതില്ല. പെണ്ണപ്പൻ്റെ പിടിപ്പുകേട് ആണപ്പന്മാർ പണിത് കാണുമെന്ന് കരക്കമ്പി പോലും വന്നു. പെണ്ണപ്പൻ ഒന്നും മിണ്ടിയില്ല. എന്നെയും വാരി ആണപ്പന്മാരെ ഇടയിൽ നിന്നൊരൊറ്റ ഇറങ്ങിപ്പോക്കാണ്. ആറ്റിലേക്ക്, മഴയിലേക്ക്, വെയിലിലേക്ക്, അടുപ്പിലേക്ക്, അടിപ്പാവാടകളിലേക്ക്. വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.